നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇത്തവണ സംസ്ഥാനത്ത് മഴയോണം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. കള്ളക്കടൽ മുന്നറിയിപ്പും നിലനിൽക്കുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് അറിയിപ്പ്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാടം. നാടും നഗരവും ആൾക്കടലാക്കി ഉത്രാടപ്പാച്ചിൽ. അപ്രതീക്ഷിത മഴയിലും വിപണിയിലെ തിരക്കിന് മാറ്റമുണ്ടായില്ല. തിരുവോണം അവിസ്മരണീയമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ നിരവധി ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു. നൂറുകണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് ദർശന സായുജ്യം നേടി. തിരുമുൽ കാഴ്ചയായി ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണസദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ലോകമാകെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനത്തിന്റെ നിറവിൽ മുസ്ലിം സമൂഹം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്ന് പട്ടികജാതി പട്ടികവിഭാഗ പിന്നോക്കക്ഷേമ മന്ത്രി കെ തുളസി. സ്ത്രീ ശാക്തീകരണത്തിനു പ്രാധാന്യമുള്ള കാലമാണെന്നും വനിതകളെ അവഗണിക്കാൻ ആർക്കുമാകില്ലെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. ഇത്തവണ സംസ്ഥാനത്ത് മഴയോണം. കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. തിരുവോണ ദിനമായ നാളെയും പരക്കെ മഴ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്ന് പട്ടികജാതി പട്ടിക വിഭാഗ പിന്നോക്കക്ഷേമ മന്ത്രി കെ തുളസി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ 2023-26 കാലയളവിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യമുള്ള കാലമാണ് ഇതെന്നും വനിതകളെ അവഗണിക്കാൻ ആർക്കുമാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജെ ഫരീദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രേസ് വാലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഉസ്മാൻ മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പൽ ടി എ ആരിഫ്, കോളേജ് ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, അൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഇ എ കുഞ്ഞഹമ്മദ്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത മുരളി, PRO ഷിഹാബ് അലി, MBIQAC കോർഡിനേറ്റർ ജൂബി ജോയ്, നാക് കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അവാർഡ് ദാനവും നടന്നു. ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനും മഴയില്ലാതെ തിളങ്ങി നിൽക്കുന്ന സൂര്യനും അതുപോലെ ദുഃഖങ്ങളില്ലാത്ത സുഖം സന്തോഷം മാത്രം നിറഞ്ഞ ജീവിതവും അതുപോലെ തന്നെ ആകാശം മുഴുവൻ എപ്പോഴും നീല നിറമാർന്ന ഏറ്റവും ഭംഗിയോടുകൂടിയും കാർമേഘങ്ങളില്ലാതെ കാണാൻ കഴിയുമെന്നും ഒരു മതമോ ഒരു ദൈവമോ നമുക്ക് ഇന്ന് വരെ വാഗ്ദാനം തരപ്പെടും. അപ്പൊ ജീവിതമാകുമ്പോൾ പ്രയാസമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, ചില സമയത്ത് മഴയുണ്ടാകും, പല സമയങ്ങളിൽ വെയിലുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ആകെ തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാറ്റിനെയും ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും സഹിഷ്ണുതയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുമ്പോഴാണ് ആ ജീവിതം എന്ന് പറയുന്ന മുന്നോട്ട് വെക്കുന്ന അർത്ഥങ്ങളെ നമുക്ക് അന്വർത്ഥമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവോണം കളറാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവുമെല്ലാം തിരക്കോട് തിരക്കിലാണ്. ഉത്രാട ദിവസം യഥാർത്ഥത്തിൽ ഒരു പാച്ചിൽ തന്നെയാണ് മലയാളിക്ക്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കാനാണ് മലയാളിയുടെ ഉത്രാട പാച്ചിൽ. സമൃദ്ധിയുടെ ഉത്സവം, സന്തോഷത്തിന്റെ ഉത്സവം, ഒത്തുചേരലിന്റെ ആഘോഷം എല്ലാം പാരമ്യത്തിലെത്തുന്നത് തിരുവോണത്തിന്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള പാച്ചിലാണ് ഉത്രാടത്തിന്. വിപണികൾക്കും ഉത്സവം. പുത്തനുടുപ്പും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും പലവ്യഞ്ജനവും എല്ലാം വാങ്ങി അറ നിറയ്ക്കും മലയാളി. എത്രയെല്ലാം ഒരുക്കങ്ങളായാലും ഉത്രാടത്തിന് മലയാളിക്ക് തിരക്കാണ്. അവസാന വട്ടത്തെ കുറവുകൾ നികത്താനുള്ള നെട്ടോട്ടം.
അവനവന്റെ കഴിവിനനുസരിച്ച് എല്ലാം വാങ്ങാനുള്ള ഓട്ടത്തിൽ ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിടക്കാർക്ക് വരെ കയ്യും മനസ്സും നിറയും. ഓൺലൈനിലും കച്ചവടം തകൃതിയാണെങ്കിലും കടകളിൽ പോയി തിക്കിത്തിരക്കി കണ്ട് തൊട്ടു നോക്കി വാങ്ങുന്നതിന്റെ ത്രില്ലൊന്നും അതിനില്ല. അവസാന നിമിഷവും ഓണക്കോടിയെടുക്കാനുള്ള തിരക്കാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ. ഓണസദ്യ ഒരുക്കാനുള്ള പച്ചക്കറി തരം നോക്കി വില നോക്കി വാങ്ങാൻ പച്ചക്കറി കടകളിലും ആളുകൾ കൂട്ടത്തോടെയുണ്ട്. നേന്ത്രപ്പഴവും കായവറവുമില്ലാതെ ഓണം എങ്ങനെ തിരുവോണമാകും? കാണാൻ ചേലുള്ള കുലകൾ മുമ്പേ വിറ്റുപോയിട്ടുണ്ടെങ്കിലും ഉള്ളതിൽ നല്ലത് തിരഞ്ഞു നോക്കി വാങ്ങുന്നവരും കുറവല്ല. ഇനി പൂവിപണിയിലെ കാര്യവും വ്യത്യസ്തമല്ല. തിരുവോണ നാളിൽ പൂക്കളം കാര്യമായി ആർഭാടമാക്കണം. പൂവിന് വില അല്പം കൂടുതലാണെങ്കിലും പൊന്നോണം കെങ്കേമമാക്കാൻ കളർഫുള്ളായ വ്യത്യസ്ത പൂക്കൾ വാങ്ങാനും ആളുകളുണ്ട്. ചുരുക്കത്തിൽ ഉത്രാട ദിനം വൈകും വരെ വിപണിക്ക് ഉറക്കമുണ്ടാകില്ല. ഉത്രാടപ്പാച്ചിൽ അവസാനിക്കുമ്പോൾ മലയാളിക്ക് പൊന്നോണമായി. മഴയുടെ ആശങ്കയിലും ആവേശത്തോടെ ഉത്രാടപ്പാച്ചിൽ. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച മഴ ഉത്രാടത്തിരക്കിനെ ബാധിക്കുമെന്ന് കച്ചവടക്കാർ ആശങ്കപ്പെട്ടെങ്കിലും വലിയ തിരക്കാണ് വിപണിയിലുണ്ടായത്. കുന്നംകുളം സമീപ പ്രദേശങ്ങളായ പോർക്കുളം, കാട്ടകാമ്പാൽ, ചൊവ്വന്നൂർ, ആർത്താറ്റ്, പഴഞ്ഞി, കാണിപ്പയ്യൂർ തുടങ്ങിയ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഒഴുകിയെത്തിയതോടെ നഗരപാതകളെല്ലാം ജനസമുദ്രമായി മാറി. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ജവഹർ സ്ക്വയർ, മെയിൻ റോഡ്, ബസ് സ്റ്റാൻഡ് പരിസരം, പഴഞ്ഞി റോഡ്, ചന്ത റൂട്ട് എന്നിവ കേന്ദ്രീകരിച്ചാണ് ഉത്രാടപ്പാച്ചിൽ അതിന്റെ പൂർണ്ണതയിലെത്തിയത്. തെരുവോരങ്ങളിൽ നിറഞ്ഞ താൽക്കാലിക പൂക്കടകളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച ചെണ്ടുമല്ലിയും വാടാർമല്ലിയും അരളിയും റോസാപ്പൂക്കളും വാങ്ങാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഉത്രാട ദിനത്തിന്റെ വൈകുന്നേരത്തോടെ തിരക്ക് ഉച്ചസ്ഥായിയിലായതോടെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും പാർക്കിംഗ് നിയന്ത്രണങ്ങളും നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര മൂലം ചിലയിടങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടെങ്കിലും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്ന ജനത്തിരക്കിനെ ഏറെ ആവേശത്തോടെയാണ് നാട് സ്വാഗതം ചെയ്തത്. വഴിയോര കച്ചവടക്കാരുടെ ഉച്ചത്തിലുള്ള വിളിച്ചുപറച്ചിലുകളും കടകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മനോഹരമായ ഓണപ്പാട്ടുകളും ഒത്തുചേർന്നതോടെ കുന്നംകുളത്ത് ഉത്സവ പ്രതീതിയായി. സാമ്പത്തിക പ്രയാസങ്ങളുടെയോ വിലക്കയറ്റത്തിന്റെയോ ആശങ്കകൾ മാറ്റി നിർത്തി ഓണത്തിന്റെ പരമ്പരാഗത തനിമയും സന്തോഷവും ഒട്ടും ചോർന്നുപോകാതെ പൊന്നോണത്തെ മനസ്സുകൊണ്ട് സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് ഏവരും. ഉത്രാടസന്ധ്യ മയങ്ങുന്നതോടെ നഗരത്തിലെ മാമാങ്ക സമാനമായ തിരക്കുകൾക്ക് താൽക്കാലിക ശമനമാകുമെങ്കിലും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമോദിയെത്തുന്ന പൊന്നോണനാളിനെ വരവേൽക്കാൻ നാടും നഗരവും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. പോലീസ് ഇടപെടലിൽ ഉത്രാടം നാളിൽ ഗതാഗത കുരുക്കില്ലാതെ ചാവക്കാട് നഗരം. ഉത്രാടപ്പാച്ചിലിന്റെ തിക്കും തിരക്കും നിറഞ്ഞ അന്തരീക്ഷത്തിലും വലിയ ഗതാഗത കുരുക്കില്ലാത്ത സ്ഥിതിയായിരുന്നു നഗരത്തിൽ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നഗരത്തെ വലച്ചിരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പോലീസിന്റെ കൃത്യമായ ഇടപെടലോടെ താൽക്കാലിക ശമനമായി. ആഘോഷദിനത്തിൽ തടസ്സങ്ങളില്ലാതെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് നാട്ടുകാർക്കും ദൂരയാത്രക്കാർക്കും വലിയ ആശ്വാസമായി. ദേശീയപാതയിൽ നിന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പാതയായ മുല്ലത്തറ വളവാണ് പലപ്പോഴും നഗരത്തിൽ വലിയ വാഹനക്കുരുക്കിന് കാരണമായിരുന്നത്. ഇവിടെ വാഹനങ്ങൾ തിരിഞ്ഞുപോകാൻ പ്രയാസപ്പെടുന്നതോടെ നഗരത്തിൽ ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയായിരുന്നു. ഇനിയുള്ള അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ബീച്ച് കാണാനെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ കൂടിയാകുന്നതോടെ കുരുക്ക് ഇരട്ടിയാകാനാണ് സാധ്യത. ഓണമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിൽ കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഇതോടെയാണ് പോലീസ് നേരിട്ട് രംഗത്തിറങ്ങി ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തത്. ചാവക്കാട് സെന്ററിൽ പോലീസും മുല്ലത്തറ വളവിൽ ഹൈവേ പോലീസും ഗതാഗതം നിയന്ത്രിച്ചു. നിയമം തെറ്റിച്ച് വൺ വേ തെറ്റിച്ചെത്തിയ വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടും പോലീസ് ഗതാഗതം സുഗമമാക്കി. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ഉത്രാടം നാളിൽ നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് സുഗമമായി പ്രവേശിക്കാൻ കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ തുടരണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. രാവിലെ ശീവേലിക്ക് ശേഷം 7 മണിയോടെ സ്വർണ്ണക്കൊടിമരത്തിന് സമീപമായിരുന്നു ചടങ്ങ്. അരിമാവ് അണിഞ്ഞതിന് മുകളിലെ നാക്കിലയിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് മനയിൽ നാരായണൻ നമ്പൂതിരി ആദ്യകുല സമർപ്പിച്ചു. പട്ടിൽ പൊതിഞ്ഞ ലക്ഷണമൊത്ത നേന്ത്രക്കുലയാണ് മേൽശാന്തി സമർപ്പിച്ചത്. തുടർന്ന് ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി, കീഴേടം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ, ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, എം യു ഷിനിജ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ എസ് ഹരിഗോപാൽ, ക്ഷേത്രം ഡി എ എം രാധ, ഭരണവിഭാഗം ഡി എ പ്രമോദ് കളരിക്കൽ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. തുടർന്ന് ഭക്തജനങ്ങളുടെ ഊഴമായിരുന്നു. നൂറുകണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് ദർശന സായുജ്യം നേടി. തിരുമുൽക്കാഴ്ചയായി ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം നാളെ തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകിയ ശേഷം ബാക്കിയുള്ള കുലകൾ ഭക്തർക്ക് ലേലം ചെയ്തു.
ഓണത്തിന് ജന്മിമാർക്ക് പാട്ടക്കുടിയാന്മാർ കാഴ്ചക്കുല സമർപ്പിച്ച് സന്തോഷിപ്പിച്ചിരുന്ന പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മയുണർത്തിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും കാഴ്ചക്കുല സമർപ്പണം നടത്തുന്നത്. മുൻകാലങ്ങളിൽ ദേവസ്വം ഭൂമി പാട്ടത്തിനെടുത്ത് നടത്തിയിരുന്നവരാണ് കാഴ്ചക്കുല എത്തിച്ചിരുന്നത്. പാട്ടക്കുലകൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പാട്ടഭൂമികൾ ഇല്ലാതായതോടെ ആ നിലയ്ക്കുള്ള കാഴ്ചക്കുലകളുടെ വരവ് നിലയ്ക്കുകയും ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു തുടങ്ങുകയുമായിരുന്നു. ഉത്രാടനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരുടെ മനം കവർന്ന് കാളിയനുമേൽ ശംഖുചക്ര ഗദാധാരിയായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ മനോഹര പൂക്കളം. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ചൊരുക്കിയ പൂക്കളത്തിൽ കാളിയമർദ്ദനത്തിന്റെ ദൃശ്യമാണ് മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏകദേശം 12 അടി വലിപ്പത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ ശംഖും ചക്രവും ഗദയും ധരിച്ച കൃഷ്ണന്റെ രൂപമാണ് പ്രധാന ആകർഷണം. കൃഷ്ണന്റെ വസ്ത്രാഭരണങ്ങളും മാലകളും കിരീടവുമെല്ലാം പൂക്കൾ കൊണ്ട് സൂക്ഷ്മമായി തീർത്തിരിക്കുന്നത് പൂക്കളത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. ഭക്തിയുടെയും കലാവൈഭവത്തിന്റെയും സംഗമമായി മാറിയ പൂക്കളത്തിന് മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തിയതും ആസ്വദിച്ചുമാണ് ഭക്തർ മടങ്ങിയത്. ഇന്ന് റബി ഉൽ അവൽ 12. ലോകമാകെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. ഹിജ്റ കലണ്ടർ പ്രകാരം റബി ഉൽ അവൽ 12 സുബഹിയോടടുത്ത സമയത്താണ് പ്രവാചകന്റെ ജനനം. മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചക കീർത്തനങ്ങൾ, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ചും അധ്യാപനങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും മസ്ജിദുകൾ ദീപാലങ്കൃതമാക്കിയും ഈ മാസത്തോട് ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നേ ദിവസം പുലർച്ചെ പള്ളികളിൽ പ്രത്യേക മൗലീദുകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. തെരുവുകളിലൂടെ കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന മനോഹരമായ മീലാദ് റാലികളും റാലിക്ക് അകമ്പടിയായി ഇസ്ലാമിക കലാപരിപാടികളും അരങ്ങേറുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നബിദിനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രവാചകന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിക്കാറുണ്ട്. മനസ്സുകളിൽ നന്മയും സാഹോദര്യവും വളർത്താനും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നബിദിനാഘോഷങ്ങൾ പ്രചോദനമാകുന്നു. മന്നലാകുന്ന് പള്ളിയിൽ പുലർച്ചെ 4 മണിക്ക് മഹല്ല് ഖത്തീബ് മൻസൂർ അലി ദാരിമിയുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സുണ്ടായി. വിശ്വാസികളായ മഹല്ല് നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അരങ്ങേറി. മഴ നബിദിന റാലിക്ക് മാറ്റുകുറച്ചെങ്കിലും മദ്രസ കുരുന്നുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഫ്ലവർ ഷോ, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ആയിരുന്നു നബിദിന റാലി നടത്തിയത്. വിവിധ മദ്രസകളിലെ അധ്യാപകരും മഹല്ല് ഖത്തീബുമാരും നബിദിന സന്ദേശങ്ങൾ നൽകി. ലോകത്ത് സമാധാനവും ശാന്തിയും ആവശ്യമായ സന്ദർഭത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ശാന്തിദൂതന്മാർ ദൈവനിയോഗം നടത്തുന്ന ഇന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അല്ലാഹു നിയോഗിച്ചത്. അവിടെ നിന്ന് നൽകിയ സന്ദേശവും അവിടെ നിന്ന് നൽകിയ ആ ഉപദേശങ്ങളും ഇന്നും ലോകത്ത് വളരെ ആവശ്യമായ ഒന്നായി നിലനിൽക്കുകയാണ്. ആ സന്ദേശം ലോകത്ത് മുഴുവനും എത്തുകയും അതുവഴി എല്ലാ മനുഷ്യർക്കും നന്മ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശക്തമായ മഴയിലും കാറ്റിലും അകലാട് കാട്ടിലപ്പള്ളി ബീച്ചിൽ ഓടിട്ട വീട് തകർന്നു വീണു. പുന്നേർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീമിന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. സംഭവസമയം വീടിനകത്ത് 4 വയസ്സുകാരൻ ഉൾപ്പെടെ 6 പേർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 11:30 സംഭവം. ഓടിട്ട ഒറ്റനില വീടിന്റെ പ്രധാന മേൽക്കൂരയാണ് തകർന്നു വീണത്. ഭർത്താവ് റഹീം ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ചാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ജയിച്ചതും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തുന്നതും. വില്ലേജ് ഓഫീസർ, മറ്റ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വീട് വാസയോഗ്യമല്ലാത്തതിനാൽ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിലേക്ക് കുടുംബം താമസം മാറ്റി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി എസ് ഹരിഗോപാൽ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങിയത്. ഇന്ന് രാവിലെ 8:30 ദേവസ്വം കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ചേംബറിലായിരുന്നു ചടങ്ങ്. ദേവസ്വം സ്ഥിര നിക്ഷേപ രജിസ്റ്റർ, സ്വർണം, വെള്ളി സ്റ്റോക്ക് രജിസ്റ്റർ,
ഡബിൾ ലോക്കർ രജിസ്റ്റർ എന്നിവയിൽ ഒപ്പ് രേഖപ്പെടുത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. ക്ഷേത്രത്തിനകത്തെ ലോക്കറുകളുടെയും മുഴുവൻ ഭണ്ഡാരങ്ങളുടെയും താക്കോൽ കൂട്ടം കളക്ടർ അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറി. 1 വർഷമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് ഹരിഗോപാൽ. ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ C. മനോജ് B. നായർ, M.U. ഷിനിജ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ K. ഗീത, പ്രമോദ് കളരിക്കൽ, M. രാധ, K.S. മായാദേവി, PRO വിമൽജി നാഥ്, അസിസ്റ്റന്റ് മാനേജർ K. സുഭാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മേൽശാന്തി VP പ്രശാന്ത് നമ്പൂതിരി നമസ്കാര മണ്ഡപത്തിൽ ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, ഊരാളന്മാരായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രൊഫസർ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ S. ഹരിഗോപാൽ തുടങ്ങിയവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ക്ഷേമസമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി A.V. പ്രശാന്ത്, ട്രഷറർ K. ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടത്ത് 2 കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് കാറും എതിർദിശയിൽ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് കാർ സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. 2 വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മേഖലയിൽ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. കേരളത്തിന്റെ തനത് കലാരൂപമായ ഓട്ടൻതുള്ളലിനെ ദേശീയ അന്തർദേശീയ വേദികളിൽ എത്തിക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മണലൂർ ഗോപിനാഥിനെ ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിച്ചു. ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന സമാദരണ സദസ്സ് ഗുരുവായൂർ ACP M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ പൊന്നാടയണിയിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി 251 കുടുംബങ്ങളിലേക്ക് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. വാർഡ് കൌൺസിലർ ബിന്ദു നാരായണൻ, സബിത രഞ്ജിത്ത്, സതീഷ് ഗുരുവായൂർ, രേണുക ശങ്കർ, സായിശ്രീ മേനോൻ, KR പ്രവിൽ എന്നിവർ സംസാരിച്ചു. പെഞ്ഞാമുക്ക് കരിച്ചാൽ കടവിൽ ലോറി പാടത്തേക്ക് മറിഞ്ഞു. കരിച്ചാൽ കടവ് പാലം കഴിഞ്ഞുള്ള റോഡിലാണ് അപകടമുണ്ടായത്. എതിർഭാഗത്ത് നിന്ന് വന്ന ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് പാടത്തേക്ക് ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓണനിറവിലാണ് നാട്. വിവിധ കൂട്ടായ്മകൾ, സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഓണച്ചന്തകളും സജീവമായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്ത് ഒരുമയുടെയും ആഘോഷത്തിന്റെയും നിറക്കാഴ്ചയൊരുക്കി സൗഹൃദ കൂട്ടായ്മയുടെ ഓണാഘോഷം. നഗരസഭ, കുന്നംകുളത്തെ മാധ്യമപ്രവർത്തക കൂട്ടായ്മയായ സീനിയർ എഡിറ്റേഴ്സ് ഫോറം, ചേംബർ, യൂത്ത് വിംഗ് എന്നിവർ ചേർന്ന് നടത്തിയ ഓണാഘോഷത്തിൽ വൻജനാവലി പങ്കാളികളായി. 30ഓളം പുരുഷ വനിതാ ടീമുകൾ സൗഹൃദ വടംവലി മത്സരത്തിൽ പങ്കെടുത്തു. ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടികൾക്ക് ഓണപ്പാട്ടുകളും നൃത്തങ്ങളും പൊലിമയേകി. ജനപ്രതിനിധികൾ, കുന്നംകുളം പോലീസ്, അഗ്നിരക്ഷാസേന, ഹരിതകർമ്മസേന, കുടുംബശ്രീ, പ്രധാന ക്ലബ്ബുകൾ, പ്രമുഖ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ വടംവലി മത്സരത്തിൽ പങ്കാളികളായി. പുരുഷ വിഭാഗത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷനും ചേംബർ, യൂത്ത് വിംഗും യഥാക്രമം 1ഉം 2ഉം സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ നഗരസഭ, കുടുംബശ്രീയാണ് ജേതാക്കൾ. നഗരസഭാ കൗൺസിലർമാർ 2ാം സ്ഥാനം നേടി. മെഗാ ഓണപ്പാട്ടിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കിയ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിന്റെ നേതൃത്വത്തിൽ 100ലധികം പേർ ചേർന്ന് ആലപിച്ച ഓണപ്പാട്ടുകൾ പകിട്ട് കുറയാത്ത ഓണക്കാലത്തിന്റെ ഹൃദയാനുഭവമായി. തെക്കേപ്പുറം മാക്കാലിക്കാവ് ശ്രീഭദ്ര സംഘം വീരനാട്യം അവതരിപ്പിച്ചു. നഗരസഭാധ്യക്ഷ സൗമ്യ അനിലൻ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സാജു K. എബ്രഹാം, ഇൻസ്പെക്ടർ അനിൽകുമാർ T. മേപ്പിള്ളി, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, സീനിയർ എഡിറ്റേഴ്സ് ഫോറം ഭാരവാഹികളായ C. ഗിരീഷ് കുമാർ, MB ജുബാൽ, ചേംബർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് S. പാർമേൽ എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം തൃശൂർ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷൻ PG ജയപ്രകാശ് അധ്യക്ഷനായി. മിഷ സെബാസ്റ്റ്യൻ, സോമൻ ചെറുകുന്ന്, ഷജീഷ് കെല്ലപ്പൻ, R. ഷാജിജു, ജയപ്രകാശ് ഇലവന്ത്ര, TV വിനീത് എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു.
എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ഓണാഘോഷം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. നെല്ലുവായ് ധന്വന്ത്രി ആയുർവേദ ഭവൻ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ശ്രീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകനും മെന്ററും റീച്ച് ഫോർ ദി സ്റ്റാർസ് ഫൌണ്ടറുമായ മേജർ കെ പി ജോസഫ് മുഖ്യാതിഥിയായി. പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള ഓണക്കോടി ഡോക്ടർ ശ്രീകൃഷ്ണൻ സമ്മാനിച്ചു. സെക്രട്ടറി കെ സി ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി കെ ആർ രാധിക, വൈസ് പ്രസിഡന്റ് കെ കെ മാത്യൂസ്, ഭാരവാഹികളായ വേണുഗോപാൽ അമ്പലപ്പാട്ട്, ടി ജി സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ഫ്രീഡം ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KR സൂരജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായിരുന്നു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, യൂണിയൻ സെക്രട്ടറി സുൽഫിക്കർ, VP അബു, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ നഗര ഉപജീവന കേന്ദ്രത്തിന്റെ 4ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. നഗര ഉപജീവന കേന്ദ്രം മാനേജർ ഹരിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V അനൂപ്, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ ബഷീർ പൂക്കോട്, രതി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ ബിൻസി ബോബൻ നിർവഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ, ബാലവേദി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വിവിധ ഇനം മത്സരങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടന്നു. വായനശാല പ്രസിഡന്റ് ശശി പൂവത്ത്, സെക്രട്ടറി ജോഷി ജോസഫ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, ജോയിന്റ് സെക്രട്ടറി KN കിഷോർ, കൺവീനർമാരായ ജാൻസി ധർമ്മൻ, ശശി കളരിക്കൽ, ബാലകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഓണക്കിറ്റ് വിതരണം നടത്തി. ചൂണ്ടൽ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി വിനോദ് കുട്ടൻ, ട്രഷറർ TT രാജൻ, മുൻ ഭാരവാഹികളായ മധു ചൂണ്ടൽ, GS സജി, ക്ലബ് അംഗങ്ങളായ CS സുരേഷ്, സുധാകരൻ, ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉപ്പേരിയും പപ്പടവും പായസം പാക്കറ്റുകളും അടങ്ങിയ 101 കിറ്റുകൾ അർഹതപ്പെട്ടവർക്കായി വിതരണം ചെയ്തു. വിധവാക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2026 എന്ന പേരിൽ 14ാമത് ഓണം റിലീഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുന്നംകുളം ബദനി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിധവാക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. സംഘടന ജനറൽ സെക്രട്ടറി ശോഭന കുന്നത്ത്, പ്രസിഡന്റ് ജാനകി സുധൻ എന്നിവർ സംസാരിച്ചു. സുജാത മണി സ്വാഗതവും റോസി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ തിരഞ്ഞെടുത്ത 100 കുടുംബങ്ങൾക്ക് ഓണം റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 14, 15 വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. നമ്പഴിക്കാട് പേൾ മൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണക്കിറ്റ് വിതരണം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബിജു വലിയപറമ്പിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി V വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV നിവാസ്, പ്രാദേശിക നേതാക്കളായ CT ദേവസി, KJ പോൾ എന്നിവർ സംസാരിച്ചു. 2 വാർഡുകളിലെ 50 കുടുംബങ്ങൾക്കാണ് പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് കൂനമൂച്ചിയിൽ വയോജനങ്ങൾക്കും അംഗൻവാടി കുട്ടികൾക്കുമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഐശ്വര്യ അംഗൻവാടി പരിസരത്ത് നടന്ന ഓണാഘോഷം കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. ഗോപി കുറ്റിയിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ NK സുനന്ദി, അംഗൻവാടി അധ്യാപിക ലിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളിൽ മുതിർന്ന പുരുഷനും സ്ത്രീക്കും, തൊഴിലുറപ്പ് തൊഴിലാളികളിൽ മുതിർന്ന സ്ത്രീക്കും, ഐശ്വര്യ അംഗൻവാടിയിൽ അധ്യാപികയായിരുന്ന ഷേർലി ടീച്ചർ, ഹെൽപ്പറായി പ്രവർത്തിച്ചിരുന്ന ഫിലോമിന, എയർഫോഴ്സിലും റെയിൽവേയിലും 39 വർഷം സേവനം ചെയ്ത AJ ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണ സദ്യയും ഉണ്ടായിരുന്നു.
കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 10ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരിയുടെ വസതിയിൽ നടന്ന ചടങ്ങ് AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായി. DCC സെക്രട്ടറി V വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു. വാർഡ് പരിധിയിലെ കുടുംബങ്ങൾക്ക് പലവ്യഞ്ജനങ്ങളടങ്ങിയ ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 9ാം വാർഡിൽ സഹൃദയ കിഴക്കാളൂർ നടത്തിവരുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സഹൃദയ കിഴക്കാളൂരിന്റെ 43ാമത് ഓണാഘോഷം ചൊവ്വാഴ്ച രാവിലെ നടന്ന പൂക്കള മത്സരത്തോടെയാണ് തുടക്കം കുറിച്ചത്. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി വിവിധങ്ങളായ കലാകായിക മത്സരങ്ങളും സമാപന ദിവസമായ വെള്ളിയാഴ്ച പഞ്ചമി കരുവാൻപടിയുടെ വീരനാട്യവും ഉണ്ടായിരിക്കും. തുടർന്ന് സമ്മാനദാനത്തോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം സമാപിക്കും. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ KT റസാഖിന്റെ നേതൃത്വത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. ഓണപ്പുടവയും മെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തു. KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ, കർഷക തൊഴിലാളികൾ എന്നിവർക്കാണ് ഓണപ്പുടവ നൽകിയത്. കർഷകരെയും പ്രവാസ ലോകത്തെ സാമൂഹ്യ സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി മെഡിക്കൽ ഉപകരണ കിറ്റുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുമോൻ പൊറാടൻ, AP മുഹമ്മദ് ഉണ്ണി ഹാജി, CA റസാഖ്, മോഹനൻ എന്നിവർ സംസാരിച്ചു. KT റസാഖ് സ്വാഗതവും ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഹൃദയസ്പർശിയായി. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കേരള കമാൻഡർ PA മുഹമ്മദ് ആരിഫ് IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ DCP സാലിഹ്, നഗരസഭാ കൗൺസിലർ രമ്യ രാജൻ, ചൊവ്വന്നൂർ BRC BPC ഇൻചാർജ് ഷെറി ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മനോഹരമായ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികൾക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ ഓണക്കോടികളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചൊവ്വന്നൂർ BRC, മിഷൻ ബെറ്റർ ടുമാറോ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചിറമനങ്ങാട് സുവിധം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. ഗംഗാധരൻ നായർ ഓണസദ്യ സ്പോൺസർ ചെയ്തു. അമ്മമാർക്ക് ഓണപ്പുടവ പ്രസിഡന്റ് പാതിരക്കാട്ട് മുരളി നൽകി. ബിന്ദുമണി ഓണസമ്മാനം വിതരണം ചെയ്തു. സുവിധം മുൻ സെക്രട്ടറി ഗോപിയെ പ്രസിഡന്റ് മുരളി ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ പൊന്നാട അണിയിച്ചു. ഖജാൻജി ഷാജി, പരമേശ്വരൻ തിരുമേനി എന്നിവർ സംസാരിച്ചു. വോയിസ് ഓഫ് ചെറുമനങ്ങാടിന്റെ കരോക്കെ ഗാനമേളയും സമയുഗ ചെറുമനങ്ങാടിന്റെ നേതൃത്വത്തിൽ വീരനാട്യവും ഉണ്ടായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ചിത്തിര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത നിർധന കുടുംബങ്ങൾക്കുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള ധനസഹായ വിതരണം നടത്തി. ചിത്തിര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV രാധാകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ ഉഷ രാധാകൃഷ്ണനും ചേർന്ന് ധനസഹായ വിതരണം നടത്തി. ട്രസ്റ്റ് കോർഡിനേറ്റർ CI മോഹൻദാസ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ ഭാഗമായുള്ള ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തലക്കോട്ടുകരയിൽ നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള ബാങ്ക് ഡയറക്ടറുമായ M ബാലാജി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി MB പ്രവീൺ, CPIM ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, സംയോജിത കൃഷിയുടെ ജില്ലാ കൺവീനർ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ല കൃഷി, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും നാട്ടുകാരുടെയും ചെറുകിട കർഷകരുടെയും ഇടപെടലിലൂടെ കാർഷിക മേഖലയിൽ ബദൽ സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾ നാട്ടിലെല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് സംയോജിത കൃഷിയിലൂടെ CPI ലക്ഷ്യം വയ്ക്കുന്നത്. CPIM നേതൃത്വത്തിൽ നടത്തിയ സംയോജിത കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ലഭിച്ച പച്ചക്കറികളാണ് ഓണച്ചന്തയിൽ വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിച്ച് വിശ്വാസികൾ. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിന്റെയും നജ്മുൽ ഹുദ മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് PY അബുസാലി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഹൈബിലി ദേശമംഗലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് വർണ്ണാഭമായ റാലി നടന്നു. ദഫ്, സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. സെക്രട്ടറി PV സുലൈമാൻ, ഇബ്രാഹിം പഴവൂർ, NA റസാഖ്, KK സിയാദ്, KU കബീർ, NK മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
മൗലിദ് സദസ്സ്, ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറാനിയ മദ്രസയിൽ മഹല്ല് ഖത്തീബ് അത്തീഖുൽ റഹ്മാൻ ബാക്കവി പതാക ഉയർത്തി. താഹിർ സാദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നബിദിന റാലി നടന്നു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ അകമ്പടിയേകി. മഹല്ല് ആക്ടിംഗ് പ്രസിഡന്റ് KA അബ്ബാസ്, സെക്രട്ടറി കബീർ മിലാനോ, പ്രോഗ്രാം കൺവീനർ MM നിഷാദ്, മദ്രസ സദർ ഷാമിൽ ഇർഫാൻ, മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് മൗലീദ് സദസ്സ് നടന്നു. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ മുഹിമാത്തുദ്ദീൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് പ്രസിഡന്റ് മൂസക്കുട്ടി ഹാജി പതാക ഉയർത്തിയതിനു ശേഷം ഖത്തീബ് സക്കീർ അൽ ഹുസൈൻ അൽ ഹസനിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച നബിദിന റാലിക്ക് അസിസ്റ്റന്റ് ഖത്തീബ് റഹ്മത്തു സഖാഫി, മഹല്ല് സെക്രട്ടറി കുഞ്ഞുമോൻ, ട്രഷറർ സെയ്ദാലി, സ്വാഗത സംഘം ചെയർമാൻ ജലീൽ, കൺവീനർ ഷാഹുൽ ഹമീദ്, ട്രഷറർ ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. പഴുന്നാന ലിവാവുൽ ഇസ്ലാം മദ്രസയുടെ കീഴിൽ ഉസ്താദ് സിയാദ് മുഈനിയുടെ നേതൃത്വത്തിൽ ഫ്ലവർ ഷോയും ദഫ് മാസ്റ്റർ അൻസിലിൻ്റെ നേതൃത്വത്തിൽ ദഫ്മുട്ടുകളിയും അരങ്ങേറി. മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും റാലിക്ക് നേതൃത്വം കൊടുത്ത മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ മദ്രസ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി പതാക ഉയർത്തി. മദ്രസ സെക്രട്ടറി യൂസഫ് MM, സലാമു KK, ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് ഹുസൻ, മാഹിനു, മദ്രസാധ്യാപകരായ ഷാഹിദ് അഹ്സനി, മദ്രസ ട്രഷറർ യൂസഫ് ഹാജി എന്നിവർ പങ്കെടുത്തു. ഷംസുദ്ദീൻ നിസാമി ദുആക്ക് നേതൃത്വം നൽകി. മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. പോർക്കളങ്ങാട് ഹിദായത്തുൽ അനാം മദ്രസയിൽ പ്രസിഡന്റ് ജാഫർ പുളിക്കൽ പതാക ഉയർത്തി. ഖത്തീബ് ഷഫീഖ് ഉസ്താദ് ബഷീർ സഖാഫി, സലാം ഉസ്താദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റാലിയും ഉണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടിന്റെയും തക്ബീർ ധ്വനിയുടെയും അകമ്പടിയോടെ നടന്ന നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. മധുരപലഹാര വിതരണവും ഉണ്ടായി. വെട്ടുകാട് മഹലിൽ നബിദിന റാലിയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ആളൂർ വായനശാല പരിസരത്ത് നടന്ന നബിദിനാഘോഷം ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിക്കും വിധമാണ് നടത്തിയത്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥൻ M മണികണ്ഠൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് ഖത്തീബ് അബ്ദുസമദ് അൻവരി, വെട്ടുകാട് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KK അബൂബക്കർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുട്ടി, റേഞ്ച് ജനറൽ സെക്രട്ടറി AA അലി അക്ബർ, ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് RM മൊയ്തുട്ടി, ജനറൽ സെക്രട്ടറി RA മുസ്തഫ, ഹയാത്തുൽ ഇസ്ലാം മദ്രസ ജനറൽ സെക്രട്ടറി അബ്ദുൾ സലീം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിഹാബ്, ആളൂർ MYF യൂണിറ്റ് ഭാരവാഹികൾ, SYS വെട്ടുകാട് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. നബിദിനത്തിന്റെ ആത്മീയ സന്ദേശത്തോടൊപ്പം യുവതലമുറയെയും സമൂഹത്തെയും ലഹരിയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിനുള്ള ബോധവൽക്കരണം കൂടിയായി മാറി വെട്ടുകാട് മഹല്ല് കമ്മിറ്റിയുടെ നബിദിനാഘോഷം. അകലാട് ഖാദിരിയ മസ്ജിദ് കമ്മിറ്റിയും അൽ മദ്രസത്തുൽ ഖാദിരിയ നബിദിനാഘോഷ കമ്മിറ്റിയും ചേർന്ന് മൗലിദ് പാരായണവും അന്നദാനവും നടത്തി. ഷൗക്കുൽ ഹബീബ് കരുണയാണ് തിരുനബി എന്ന ശീർഷകത്തിലാണ് പരിപാടികൾ നടത്തിയത്. മസ്ജിദിൽ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൗലിദ് പാരായണവും ദുആ മജ്ലിസും ഉണ്ടായി. മസ്ജിദ് ഖത്തീബും മദ്രസ സദറുമായ ജാബിർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് മഹല്ല് നിവാസികൾക്കായി ഭക്ഷണ വിതരണവുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ C അഷ്റഫ്, നൌഫൽ വലിയകത്ത്, TV അബ്ദുൾ റഷീദ്, അബ്ദുൾ കരീം, KV ഹസൻ, ബക്കർ ഹാജി, RV അലി, KC ഹംസക്കുട്ടി, ഹസൻ ഹാജി, C സലീം തുടങ്ങി മദ്രസ കമ്മിറ്റി ഭാരവാഹികളും മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ചമ്മന്നൂർ മഹൽ ജമാഅത്ത് കമ്മിറ്റിയും സ്വാഗത സംഘം കമ്മിറ്റിയും സംയുക്തമായി നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നബിദിന റാലിയും സംഘടിപ്പിച്ചു. പുലർച്ചെ സുബഹി നമസ്കാരത്തിനു മുൻപ് മഹല്ല് ഖത്തീബ് ഡോക്ടർ കബീർ അൻവരിയുടെ നേതൃത്വത്തിൽ മൻഖൂസ് മൗലീദ് ഉണ്ടായിരുന്നു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും റാലിയും നടന്നു. ജാതിമത വ്യത്യാസമില്ലാതെ 2000-ഓളം വീടുകളിൽ അന്നദാനം നൽകി. നബിദിനത്തിന്റെ മുന്നോടിയായി അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസ ഉൾപ്പെടെയുള്ള മദ്രസകളിൽ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. അന്തിക്കാട് നടന്ന പരിപാടിക്ക് മഹല്ല് ഖത്തീബ് യൗഫീഖ് സഖാഫി കാരേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് സിദ്ദിഖ് ജുമാ മസ്ജിദ് മദ്രസാങ്കണത്തിൽ രാവിലെ പതാക ഉയർത്തി. രാവിലെ വൈസ് പ്രസിഡന്റ് അമീർ CM പതാക ഉയർത്തി. ദുആ നേതൃത്വം ഉസ്താദ് നിർവഹിച്ചു. തുടർന്ന് നബിദിന റാലിയും നടത്തി. പ്രസിഡന്റ് അബ്ദുൾ ജാബർ, സെക്രട്ടറി ഉക്കുബത്ത്, സുബൈർ PM, ഗഫൂർ ഖാലിദ് ഹാജി എന്നിവരും പങ്കെടുത്തു. ഐനൂർ മഹല്ല് കമ്മിറ്റിയുടെയും നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയിൽ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവ മാറ്റേകി. ഐനൂർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്നു. ജാതിമതഭേദമന്യേ നബിദിന റാലിക്ക് സ്വീകരണങ്ങൾ നൽകി. മഹല്ല് പ്രസിഡന്റ് ഫൈസൽ തറമൽ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ലിയാഖത്ത് അലി സാദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി അറക്കൽ ഇർഷാദുൽ മുബ്തദീൻ മദ്രസ ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നബിദിന റാലി വർണ്ണാഭമായി. രാവിലെ മദ്രസ അങ്കണത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പതാക ഉയർത്തി.
തുടർന്ന് ദഫ്മുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ സ്കൗട്ട് സംഘവും അണിനിരന്ന റാലി ശ്രദ്ധേയമായി. മധുര വിതരണവും ഉച്ചയ്ക്ക് ഭക്ഷണ വിതരണവും നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 29 ശനിയാഴ്ച രാത്രി 7-ന് മദ്രസാങ്കണത്തിൽ കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും സമ്മാനദാനവും നടക്കും. ഉസ്താദുമാരായ അലി ഉലൂമി, കരീം ഫൈസി, ബഷീർ ഫൈസി, മുഹിയുദ്ദീൻ ഫൈസി, മദ്രസ പ്രസിഡന്റ് ഫൈസൽ, സെക്രട്ടറി മൂസ, ഖജാൻജി ഹമീദ്, കുഞ്ഞുമോൻ, ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ചിറക്കൽ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുബഹ് നമസ്കാരാനന്തരം മൗലീദ് പാരായണവും രാവിലെ 7 മണിക്ക് ഖബർ സിയാർത്തും നടന്നു. തുടർന്ന് മഹൽ പ്രസിഡന്റ് EM കുഞ്ഞിമോൻ ഹാജി മദ്രസാങ്കണത്തിൽ പതാക ഉയർത്തി. ശേഷം നബിദിന സന്ദേശ റാലി ആരംഭിച്ചു. വൈകിട്ട് 6:30-ന് ചിറക്കൽ അറഫ പാലസിൽ പൊതുസമ്മേളനവും തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും. മഹൽ ഖത്തീബ് ഷിഹാബുദ്ദീൻ ബാക്കവി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് അങ്ങാടിത്താഴം മുർഷിദുൽ അനാം മദ്രസയിൽ മഹൽ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്ത് പതാക ഉയർത്തി. മഹൽ ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു നബിദിന സന്ദേശം നൽകി. സാലിഹ് കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. NK ഷംസുദ്ദീൻ, പൈലിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, അബൂ താഹിർ തങ്ങൾ നാട്യമംഗലം, അനീഷ് പാലയൂർ, നൌഷാദ് നെടുപറമ്പിൽ, നാസർ കൊളാടി തുടങ്ങിയവർ സംസാരിച്ചു. മൗലൂദ് പാരായണം, കൂട്ടപ്രാർത്ഥന, നേർച്ചഭക്ഷണ വിതരണം, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, നബിദിന ഘോഷയാത്ര എന്നിവയുണ്ടായിരുന്നു. കൂട്ടപ്രാർത്ഥനയ്ക്ക് മഹൽ ഖത്തീബ് ഹാജി KM ഉമ്മർ ഫൈസി നേതൃത്വം നൽകി. എടക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഷറഫുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംയുക്തമായി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മൗലീദ് പാരായണവും അന്നദാനവും നടത്തി. സുബഹി നമസ്കാരത്തിന് മുമ്പ് പുലർച്ചെ 4 മണിക്ക് പള്ളിയിൽ നടത്തിയ മൗലീദ് പാരായണത്തിന് മസ്ജിദ് ഖത്തീബ് അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് മദ്രസാങ്കണത്തിൽ പ്രസിഡന്റ് MK ജലീൽ പതാക ഉയർത്തി. കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായി. ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയവയും ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് നടത്തിയ അന്നദാനത്തിൽ മഹല്ല് ഖത്തീബ് ആദ്യ ഭക്ഷണ കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനു മുന്നോടിയായി തിങ്കളാഴ്ച വൈകിട്ട് മാംസക്കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന നബിദിനാഘോഷം കുട്ടികളുടെ മത്സര പരിപാടികളോടെ സമാപിക്കും. അഷ്റഫ് വലിയകത്ത്, കുഞ്ഞുമോൻ ചോലയിൽ, കുഞ്ഞു മുഹമ്മദ്, MK അസീസ്, ശിഹാബ് എടക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊന്നേർകുളം പാപ്പാളി റിഫാഇ മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ നൂറുദ്ദീൻ മദ്രസ, ജൗഹരിയ മദ്രസ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. രാവിലെ പള്ളിയിൽ മൗലീദ് പാരായണമുണ്ടായിരുന്നു. ഉസ്താദ് അഷ്റഫ് മൗലവി നേതൃത്വം നൽകി. തുടർന്ന് മദ്രസകളിൽ നബിദിന ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി പതാക ഉയർത്തി. അഷ്റഫ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഘോഷയാത്രയിൽ ഫ്ലവർ ഷോ, പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ ദഫ്മുട്ട് എന്നിവയുണ്ടായി. സഹോദര സമുദായാംഗം രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ദഫ്മുട്ട് നടത്തിയതെന്നതും കൗതുകമായി. പരിപാടികൾക്ക് MM ഹനീഫ, യഹിയ മന്നലാങ്ങുന്ന്, ഫവാസ്, ആസിഫ്, അബൂബക്കർ, മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധയിടങ്ങളിൽ സാംസ്കാരിക സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ മധുരപാനീയങ്ങൾ വിതരണം ചെയ്തിരുന്നു. പുന്നയൂർ നോർത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും പിലാക്കാട്ട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും സംയുക്തമായി നബിദിനാഘോഷം നടത്തി. പുലർച്ചെ 4 മണിക്ക് മസ്ജിദിൽ പ്രഭാത മൗലീദ് പാരായണവും ചീരണി വിതരണവും ഉണ്ടായിരുന്നു. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബും മുദ്രിസുമായ ശിഹാബുദ്ദീൻ അസ്ഹരി അൽ അർഷദി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഹനീഫ ഹാജി പതാക ഉയർത്തി. മദ്രസ സദർ താജുദ്ദീൻ നിസാമി പ്രാർത്ഥന നടത്തി. കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായി. പ്രോഗ്രാം കോർഡിനേറ്റർ ജമാൽ മുക്കണ്ടത്ത്, കൺവീനർ അബ്ദുൾ ജലീൽ വാഹ്ബി, മുബഷീർ അലി സദി, അബൂബക്കർ സദി, മുഹമ്മദ് കുട്ടി, കമാൽ തടത്തിൽ, മുഹമ്മദ് കുട്ടി ചാലിൽ, വി റിയാസ്, ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടിപ്പുഴ മസ്ജിദുൽ റഹ്മ കമ്മിറ്റിയും റഹ്മത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംയുക്തമായി മസ്ജിദ് ഇമാമും മദ്രസ സദർ ഉസ്താദുമായ ഷാക്കിർ ഫൈസി മൂർഖനാടിന്റെയും ഗഫൂർ മാസ്റ്ററുടെയും ഹാഫിൽ AP നൂറുദ്ദീന്റെയും നേതൃത്വത്തിൽ നബിദിനാഘോഷം നടത്തി. മൗലീദ് പാരായണം, തുടർന്ന് പതാക ഉയർത്തി. സദർ ഉസ്താദ് ഷാക്കിർ ഫൈസി പ്രാർത്ഥന നടത്തി. നബിദിന റാലിയിൽ മദ്രസ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. അന്നദാനവും ഉണ്ടായിരുന്നു. സാസ്ക് വെട്ടിപ്പുഴ ക്ലബിന്റെ നേതൃത്വത്തിൽ ഐസ്ക്രീം വിതരണം ചെയ്തു. PC കബീർ, MK ഉമ്മർ, കബീർ വാവുമൽ, ഉസ്മാൻ മുക്കണ്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ചെറുതുരുത്തി യുവജന അയ്യപ്പ സേവാ സംഘം നബിദിന റാലിക്ക് സ്വീകരണം നൽകി. സമ്മേളനം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. CC സൂരജ് അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, പഞ്ചായത്ത് അംഗങ്ങളായ KM റസാഖ്, PP അഖിൽ, മഹല്ല് ഖത്തീബ് അബ്ദുൾ ഹക്കീം ദാരിമി എന്നിവർ പ്രസംഗിച്ചു. ചാവക്കാട് മണത്തല ദാറത്തലീം അറബി ഉറുദു ഹയർ സെക്കൻഡറി മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. രാവിലെ 7 മണിയോടെ മണത്തല ദാറുത്ത
മദ്രസയിൽ മണത്തല മഹല്ല് ജോയിന്റ് വൈസ് പ്രസിഡന്റ് TK മുഹമ്മദ് അലി ഹാജി, മഹല്ല് സെക്രട്ടറി ഷാനവാസ്, സദർ ഉസ്താദ് സമദ് ഫൈസി എന്നിവർ പതാക ഉയർത്തൽ കർമ്മം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഘോഷയാത്ര മാറ്റിവെച്ചതിനുശേഷം മദ്രസാങ്കണത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സിനുശേഷം പ്രധാന ആകർഷകമായ ദഫും സംഘടിപ്പിച്ചു. പ്രകീർത്തന സദസ്സിൽ മണത്തല മുദരിസ് ലത്തീഫ് ദാരിമി അൽ ഹൈതമി മദർ റസൂൽ പ്രഭാഷണം നടത്തി. ദുവാ നേതൃത്വം മണത്തല ഖത്തീബ് സയ്യിദ് ബാദുഷത്തങ്ങൾ നിർവഹിച്ചു. മണത്തല അസിസ്റ്റന്റ് മുദരിസ് മുസ്തഫ ഫൈസി ദേശമംഗലം, മറ്റ് നിരവധി ഉസ്താദുമാർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു. രാവിലെ 7:30 മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി ആദ്യ കാഴ്ചക്കുല ഭഗവാന് സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, കർമ്മസമിതി അംഗങ്ങൾ, വിവിധ പൂരാഘോഷ കമ്മിറ്റികൾ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ക്ഷേത്രം ജീവനക്കാർക്കുള്ള ഓണക്കോടി വിതരണം ക്ഷേത്രം പ്രസിഡന്റ് നിർവഹിച്ചു. തിരുവോണനാളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും ഭഗവാന് സമർപ്പിച്ച കാഴ്ചക്കുലകൾ നിവേദിച്ചതിനു ശേഷം സൗജന്യമായി വിതരണം ചെയ്യുമെന്നും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായിരുന്ന V. രാഘവ വാര്യരെയും GK രാമകൃഷ്ണനെയും ക്ഷേത്ര ഭരണസമിതി അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി പ്രസിഡന്റ് ചന്ദ്രൻ ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ മാനേജറും ചരിത്രകാരനുമായ R. പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രസമിതി വൈസ് പ്രസിഡന്റ് ബാലൻ വാരണാട്ട്, ഭരണസമിതി സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ, ഗജാഞ്ചി സേതു തിരുവെങ്കിടം, Dr. P. മുരളി, ആശാ സുരേഷ്, രുക്മിണി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം കുടുംബങ്ങൾക്ക് അരിയും 10 കുടുംബങ്ങൾക്ക് ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം കുന്നംകുളം കാണിയാമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ കോഞ്ഞാങ്ങത്ത് വളപ്പിൽ കുഞ്ഞുമോൾ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. പരേതനായ കുഞ്ഞപ്പു ഭർത്താവും സുരേഷ്, ഷീബ, ഷീല, സുനിൽകുമാർ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി കല്ലുംപുറം റോഡിൽ അടക്ക വ്യാപാരി തോലത്ത് കുഞ്ഞൻ ഭാര്യ ഷൈല നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. അനു, നീതു എന്നിവർ മക്കളാണ്. റിട്ടയേർഡ് മജിസ്ട്രേറ്റ് ഗുരുവായൂർ കിഴക്കേനട ശ്രേയസിൽ ഗിരിജ ചന്ദ്രൻ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടത്തും. പരേതനായ പറക്കാട്ട് ചന്ദ്രൻ ഭർത്താവാണ്. പ്രമോദ്, സ്വരൂപ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഇത്തവണ സംസ്ഥാനത്ത് മഴയോണം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. കള്ളക്കടൽ മുന്നറിയിപ്പും നിലനിൽക്കുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് അറിയിപ്പ്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാടം. നാടും നഗരവും ആൾക്കടലാക്കി ഉത്രാടപ്പാച്ചിൽ. അപ്രതീക്ഷിത മഴയിലും വിപണിയിലെ തിരക്കിന് മാറ്റമില്ല. തിരുവോണം അവിസ്മരണീയമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രം. മന്ത്രി K. മുരളീധരൻ ഉൾപ്പെടെ നിരവധി ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു. 100 കണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് ദർശന സായുജ്യം നേടി. തിരുമുൽ കാഴ്ചയായി ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ലോകമാകെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനത്തിന്റെ നിറവിൽ മുസ്ലിം സമൂഹം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്ന പട്ടികജാതി പട്ടികവിഭാഗ പിന്നോക്കക്ഷേമ മന്ത്രി KA തുളസി. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യമുള്ള കാലമാണെന്നും വനിതകളെ അവഗണിക്കാൻ ആർക്കുമാകില്ലെന്നും മന്ത്രി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.